പത്തരമാറ്റി ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയുടെ ക്രൂരത ഓരോ ദിവസം കൂടുന്തോറും കൂടുകയാണ്. അഭിയും ജലജയും പറയുന്ന രീതിയിൽ തന്നെ നവ്യ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നവ്യയെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ ചെയ്ത പ്രവൃത്തികൾ സഹിക്കാനാകാതെ മുത്തശ്ശൻ നവ്യയെ പുറത്താക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നവ്യയെ കാണുമ്പോൾ അഭിക്ക് ജലജയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ അഭി ജലജയോട് പറയുന്നുണ്ട്, എന്തായാലും ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ സാധിച്ചു. ഇത് താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച കാര്യമായിരുന്നു. എന്തായാലും ഇവളെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇവളെ എന്തായാലും മുത്തശ്ശൻ പുറത്താക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവളെ വെച്ച് കളിച്ചത്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോകാൻ നേരം നവ്യ കരഞ്ഞുകൊണ്ട് അഭിയോട് പറയുന്നുണ്ട്, അഭി നീ എൻ്റെ കൂടെ വരുന്നില്ലേ? നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. അത് കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, നവ്യെ ഞാനും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇവിടെ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ പരിസരത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ജീവിക്കാം അഭി, തൽക്കാലം അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. അത് കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, നവ്യെ ഞാനും കൂടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും നടക്കില്ല. ഇവിടെയുള്ളവരെ നമുക്ക് തകർക്കണം. അത് ഞാനും അമ്മയും ഇവിടെ നിന്നാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നീ തൽക്കാലം നിൻ്റെ വീട്ടിൽ പോകണം. അഭി പറയുന്നത് കേട്ടപ്പോൾ നവ്യയ്ക്ക് അത് ശരിയാണെന്ന് തോന്നുകയാണ്. എന്നാൽ അഭി അങ്ങനെ തന്നെ ചെയ്യാം, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല, തൽക്കാലം വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ പോകാൻ നേരം നയനയും കാണുന്നുണ്ട്. എടി, നീ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളെല്ലാം നടന്നില്ലേ? നിനക്ക് സന്തോഷമായല്ലോ? മുത്തശ്ശൻ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എൻ്റെ അഭിയെ നിങ്ങളെല്ലാവരും കൂടി ജയിലിലാക്കി ഇപ്പോൾ എന്നെ പുറത്താക്കുകയാണ്. ഇതിനെല്ലാം നീ അനുഭവിക്കുമെന്നൊക്കെ ദേഷ്യത്തോടു കൂടി നവ്യ പറയുകയാണ്. അഭിയെ ആദർശേട്ടനെയും രണ്ട് തട്ടിലാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. എന്തായാലും ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും സുഖമായില്ലേ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റൊന്നും എൻ്റെ ഭർത്താവ് ചെയ്തിട്ടില്ല. നിൻ്റെ ഭർത്താവ് മറ്റുള്ള പെൺകുട്ടികളെയെല്ലാം വഞ്ചിച്ച് അവർക്ക് കുഞ്ഞുണ്ടാക്കുക എന്ന ജോലിയാണല്ലോ. അയാൾ ചെയ്ത അത്ര തെറ്റൊന്നും എൻ്റെ അഭി ചെയ്തിട്ടില്ല. അതിനെല്ലാം വേറെ പേരിട്ടാണ് വിളിക്കുന്നത്. അത് ഈ തറവാട്ടിലുള്ളവർക്കൊന്നും പ്രശ്നമില്ലല്ലോ. നിൻ്റെ ഭർത്താവിന് ഒരിക്കലും ഗതി പിടിക്കില്ല. ഇതുപോലെ തന്നെ പല പെണ്ണുങ്ങളുടെയും ജീവിതം നിൻ്റെ ഭർത്താവ് തകർത്തിട്ടില്ലേ? നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഇനി ആദർശേട്ടന് വേറെ കുഞ്ഞുങ്ങൾ എവിടെയൊക്കെ ഉണ്ട് ഒന്ന് നീ അന്വേഷിച്ച് നോക്ക്. ഇനിയെങ്കിലും നീ ആദർശേട്ടനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ എന്നൊക്കെ നവ്യ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം സഹിക്കാനാകാതെ നവ്യയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നോട് ഇക്കാര്യം പറയരുതെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞതാണ്. നിന്റെ ജീവിതം തകരുമെന്ന് കരുതിയാണ് ഇവിടെ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. പക്ഷേ അക്കാര്യം ഇനിയും പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇനിയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കുടുംബം മുഴുവൻ തകരും. ഇനിയെങ്കിൽ സത്യം നീ അറിയണം. ഇനി നീ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നീ അതിരി വിട്ട് എന്തെങ്കിലും ചെയ്തു പോകും. അത്രയും ക്രൂരത നിറഞ്ഞ മനസ്സായി നീ മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ ഭർത്താവിൻ്റെ മഹിമ പറയരുത്. നിന്റെ ഭർത്താവ് അത്രയും നല്ലവനാണെന്ന് ഞങ്ങൾക്ക് കൂടി തോന്നേണ്ടേ? ആദർശ് ഇത്രയും കാലം ക്ഷമിച്ചു നിന്നത് നിന്നെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടത് കൊണ്ടാണ്. അത്രയും വലിയ ക്രൂരതകളാണ് ജലജയും അഭിയും നീയും കൂടി ഇപ്പോൾ ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ചന്തുമോള്. അനഘയെ ചതിച്ചത് നിന്റെ ഭർത്താവ് അഭിയാണ്. നിന്റെ ഭർത്താവിന് പല സ്ത്രീകളുമായിട്ട് ഇതുപോലെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദർശ് മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതുവരെ ആദർശ് മോനെ മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ലേ? നന്മയുള്ള കുട്ടികളാണ് ആദർശും അനിയും. എന്നാൽ നിന്റെ ഭർത്താവ് അങ്ങനെയല്ല. ഈ കുടുംബം തുലയ്ക്കാനായിട്ട് ജനിച്ചതാണ്. അതേസമയം നവ്യാണെങ്കിൽ ആകെ സമനില തെറ്റി നിൽക്കുകയാണ്. ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്ന് അറിഞ്ഞപ്പോൾ ആകെ നെട്ടലോട് കൂടി നവ്യ അവിടെ നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ വാക്കുകൾ അത്രമാത്രം നവ്യയ്ക്ക് വിശ്വാസമായിരുന്നു. മുത്തശ്ശൻ്റെ വാക്കുകൾ തെറ്റില്ല, മുത്തശ്ശൻ പറഞ്ഞതാണ് സത്യം എന്ന് നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അഭി അവിടെ തന്നെ ഉണ്ട്. അഭി ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ നവ്യ അഭിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, അഭി ഇത് കേട്ടത് സത്യമാണോ? നീ എന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ പറഞ്ഞത് കേട്ട് ഇവിടെ ഞാൻ എന്തെല്ലാം ചെയ്തു? കുടുംബത്തെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം നിന്റെ കൂടെ കൂട്ടുകൂടി ഞാൻ ചെയ്തു. എന്നെപ്പോലൊരു ക്രൂരൻ്റെ കൂടെ ജീവിച്ച് എന്നെ നീ മോശക്കാരിയാക്കി. ഇപ്പോൾ സത്യമെല്ലാം മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. സത്യമായ കാര്യം മാത്രമേ മുത്തശ്ശൻ പറയുകയുള്ളൂ. മുത്തശ്ശൻ്റെ വാക്കുകൾ ഒരിക്കലും തെറ്റില്ല അഭി. അപ്പോൾ നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കി. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? സത്യം പറയടാ എന്ന് ഞാനെ പറയുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അഭി നീ തെറ്റ് ചെയ്തു. എന്നിട്ട് നിന്നെ രക്ഷിക്കാനാണ് ഇവിടെ എല്ലാവരും ശ്രമിച്ചത്. നിനക്ക് കുടുംബം ഉണ്ടാകണമെന്ന് ഇവിടെ എല്ലാവരും ആഗ്രഹിച്ചു.
പക്ഷേ നീ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുകയാണ്. നീ ഈ കുടുംബത്തെ തകർക്കാൻ നോക്കുകയല്ലേ. അതുകൊണ്ട് നവ്യയെ ഇവൻ ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അതിനുള്ള തെളിവുകളെല്ലാം എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ആ DNA റിപ്പോർട്ട് ഞാനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നവ്യ നെട്ടലോട് കൂടി ആ സത്യം അറിയുകയാണ്. അങ്ങനെ ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ നവ്യ നിൽക്കുകയാണ്. അങ്ങനെ നവ്യ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ, നീ സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. ഇനി നീ ഇവിടെ നിന്ന് പോകേണ്ട. നീ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ നിന്ന് പോകേണ്ടത് നീയല്ല, അഭിയും ഈ നിൽക്കുന്ന ജലജയുമാണ്. അങ്ങനെ മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി അഭിയോട് പറയുന്നുണ്ട്, ഇത്രയും കാലം നവ്യമോൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ നിന്റെ മുന്നിൽ മുട്ടുമടക്കി നിന്നത്. ഇനി നിന്നെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ തന്നെ നീ നിന്റെ അമ്മയെ ഇവിടെ നിന്ന് ഇറങ്ങണം. നവ്യമോൾ ഞങ്ങളുടെ മകളായി ഇവിടെ ജീവിക്കും. അതുകൊണ്ട് ഇനി ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് ദേഷ്യത്തോടു കൂടി മുത്തശ്ശി അഭിയോടും ജലജയോടും പറയുന്നുണ്ട്. അങ്ങനെ ആകെ നെട്ടി നിൽക്കുകയാണ് അഭിയും ജലജയും.